വയനാട്ടിൽ രാധയുടെ ജീവനെടുത്ത കടുവയെ തേടി കൂട് സ്ഥാപിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ RRT ടീം. അവർക്കൊപ്പം ദീപക് മോഹനുണ്ട്. ദീപക്, വലിയ ഭാരമുള്ള കൂടാണ് അത്. ആ കാട്ടിൽ ഈ കാപ്പിത്തോട്ടത്തോട് ചേർന്നുള്ള ഭാഗത്ത് എവിടെയാണോ മൃതദേഹം കൊണ്ട് വലിച്ചിട്ടത് അതേ ഇടത്ത് സ്ഥാപിക്കുകയാണോ ഇപ്പോൾ? സുജയ പാർവതി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മാനന്തവാടി RRT ടീം അംഗങ്ങളും വനം വകുപ്പ് ജീവനക്കാരുമാണ് ഇപ്പോൾ ഈ ട്രാക്ടറിൽ നിന്ന് ഈ കൂടിറക്കി നേരത്തെ ഈ രാധയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. 20 അംഗ സംഘം ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ട്. അവർ വനം വകുപ്പ് ജീവനക്കാരെത്തി ഈ ട്രാക്ടറിൽ നിന്ന് കൂടിറക്കി അങ്ങോട്ടേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്തെ തേയിലത്തോട്ടത്തിനോട് ചേർന്ന സ്ഥലത്തേക്ക് ട്രാക്ടർ ആദ്യം എത്തിച്ചു. അതിനുശേഷം അവിടെ നിന്ന് കൂടിറക്കി ഇപ്പോൾ കൂട് ഇവർ ഒരുമിച്ച് ഈ ഭാഗത്തുകൂടി രാധയുടെ മൃതദേഹം കണ്ട സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സുജയ, കടുവയ്ക്കായി കൂടൊരുങ്ങിയിരിക്കുന്നു. കടുവയെ പിടിക്കാനുള്ള കൂട് തയ്യാറാക്കുന്നു. മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപമാണ് രാധയെ കടുവ ഇന്ന് രാവിലെ ആക്രമിച്ചു കൊന്നത്. അതേ ഇടത്ത് തന്നെയാണ്. ഈ കാപ്പിത്തോട്ടത്തിൽ നിന്ന് അധിക ദൂരം രാധയെ പിടിച്ചു കൊണ്ടുപോയിരുന്നില്ല കടുവ എന്ന് തോന്നുന്നു, അല്ലേ ദീപക്? സുജയ, ഈ കൂടിന്റെ ദൃശ്യങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം നമുക്ക് കാണാം. അതായത് അവിടെയായിട്ടാണ്, ഇതിന് എതിർഭാഗത്തായാണ് ഈ രാധയെ കടുവ ആക്രമിച്ചു കൊന്നത്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ കൂട് എത്തിക്കാനായി വനംവകുപ്പ് ജീവനക്കാർ അവരുടെ ദൗത്യവുമായി ഇറങ്ങിയിരിക്കുന്നത്. നിലവിൽ ഒരു കൂട് കൊണ്ടുവന്നിരിക്കുന്നു. ഈ കൂട് ട്രാക്ടറിൽ നിന്ന് ഇറക്കിയപ്പോൾ ആ പ്രദേശത്തേക്ക്, അതായത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ച ഈ രാധയുടെ മൃതദേഹം കണ്ട സ്ഥലത്തിന് സമീപത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കിപ്പോൾ ഈ കൂടിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അതായത് മാനന്തവാടി RRT ടീം അംഗങ്ങളുണ്ട്, വനംവകുപ്പ് ജീവനക്കാരുണ്ട്, നാട്ടുകാരൊക്കെ ചേർന്നാണ് ഈ കൂടിപ്പോൾ ആ മേഖലയിലേക്ക് സ്ഥാപിക്കാനായി കൊണ്ടുപോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാമെന്ന് ഞാൻ കരുതുന്നു. ഈ കൂടിന് കയറുന്ന ഭാഗത്ത് തന്നെ ഒരു ഉയർന്ന ഭാഗമുണ്ട്. അതിന് തൊട്ട അപ്പുറത്തായാണ് ഇവർ ഒരു വളർത്തുമൃഗത്തെ, ആടിനെയാണ് താൽക്കാലികമായി ഈ കൂട്ടിൽ കടുവയ്ക്ക് കെണിയായി ഇരയായി ഒരുക്കി കൂടൊരുക്കി കാത്തിരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടിപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു. മറ്റ് 2 കൂടുകൾ കൂടി പുൽപ്പള്ളിയിൽ നിന്ന് ഈ മേഖലയിലേക്ക്, ഈ പഞ്ചാരക്കൊല്ലിക്ക് സമീപമുള്ള പ്രദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആ കൂടുകളും ഈ മേഖലയിൽ സ്ഥാപിക്കും. ഏതായാലും ഇതൊരു ദുർഘടമുള്ള ഒരു ടെറൈനുള്ള സ്ഥലമാണ്. വലിയ കുന്നുകളും കുന്നിൻ ചെരുവുകളും ഒക്കെയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കൂട് എളുപ്പത്തിൽ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി സ്ഥാപിക്കുക എന്നുള്ളത് ഒരു തരത്തിലും അതായത് പ്രയാസകരമായ കാര്യമാണ്. അത് വനംവകുപ്പ് വളരെ ഗൗരവമായി എടുത്ത് ഊർജിതമായ ശ്രമങ്ങളോടുകൂടി തന്നെയാണ് വനംവകുപ്പിൻ്റെ സംഘം ആ മേഖലയിലേക്ക് കൂടിപ്പോൾ എത്തിക്കാനായി ശ്രമിക്കുന്നത്. ഇവിടെ നിന്ന് താഴോട്ടേക്ക് വലിയൊരു ഇറക്കമാണ്. അതുകൊണ്ട് തന്നെ കൂട് ഇവിടെ നിന്ന് സുരക്ഷിതമായി അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. അതവർ കൃത്യമായി തന്നെ ചെയ്യുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ കാണുന്ന കൂട് കൊണ്ടുവരുന്ന സ്ഥലത്തിന് എതിർഭാഗത്തായി രാധയുടെ മൃതദേഹം കിടന്ന സ്ഥലമുണ്ട്. അതിന് തൊട്ടടുത്തായാണ് ഈ കൂട് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. സുജയ, പഞ്ചാരക്കൊല്ലിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ദീപക് മോഹൻ പങ്കുവച്ചത്. ആദിവാസി സ്ത്രീയെ ആക്രമിച്ചു കൊന്ന ഇടം. ഇവിടെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് സാധാരണഗതിയിൽ ആളുകളൊക്കെ വന്നു പോകുന്ന, എപ്പോഴും ആൾപെരുമാറ്റമുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കാണ് കടുവ ഇറങ്ങിയത്, അല്ലേ ദീപക്? തീർച്ചയായും ഇത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളാണ്. കാപ്പിയൊക്കെ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ വിളവെടുപ്പിനായി ആളുകൾ ഈ മേഖലയിലേക്കൊക്കെ വരാറുണ്ട്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടത്തിലൂടെ ഇവർ രാവിലെ കാപ്പി പറിക്കാനായി വീട്ടിൽ നിന്ന് ഈ വനത്തിന് അരികിലൂടെയുള്ള ഒരു നടവഴിയിലൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആ വരുന്ന വഴിയിൽ വെച്ചാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. നേരത്തെ, അതായത് ആദ്യം ഈ മേഖലയിലെത്തിയ തണ്ടർബോട്ടുകാരാണ് രക്തത്തുള്ളികളും ഒപ്പം ചെരുപ്പും കണ്ട് അവർ ആ മേഖലയിൽ ഒരു മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. അതുമായി അവിടെ നിന്ന് വിശദമായി പരിശോധന നടത്തിയ സമയത്താണ് കടുവയുടെ ആക്രമണമാണ് എന്നുള്ള രീതിയിൽ അവർക്ക് കൂടുതൽ സ്ഥിരീകരണം ലഭിക്കുന്നത്. കാൽപ്പാടടക്കം അവരവിടെ കണ്ട് പിന്നീടാണ് സ്ഥിരീകരണം ഉണ്ടായത്. ആ പ്രദേശത്തേക്ക്, അതായത് രാധയെ ആക്രമിച്ച് കൊന്ന രാധയുടെ കിടന്ന സ്ഥലത്തേക്ക് വീണ്ടും ഈ കൂട് കൊണ്ടുപോയി സ്ഥാപിക്കുമ്പോൾ വീണ്ടും കടുവ ആ ഭാഗത്തേക്ക് എത്താനുള്ള സാധ്യത വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. വനംവകുപ്പിൻ്റെ RRT ടീം അംഗങ്ങൾ ഈ കൂട് ട്രാക്ടറിൽ നിന്നിറക്കി ഇപ്പോൾ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. അവർ ഇപ്പോൾ കാണുന്ന ദൃശ്യമുള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 50 മീറ്ററോളം കുത്തനെ ഇറക്കമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭാരമുള്ള കൂടായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇറക്കിയില്ലെങ്കിൽ ആ ദൗത്യം പാളിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് വനംവകുപ്പ് എല്ലാ ഭാഗങ്ങളും കൃത്യമായി നിരീക്ഷിച്ച് സുരക്ഷിതമായി കൂട് താഴോട്ടേക്ക്
ഇറക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഈ നിലവിൽ കാപ്പിയും ഒപ്പം മഞ്ഞളും തേയിലത്തോട്ടം ഒക്കെയുള്ള മേഖലയാണ് ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് എന്ന് പറയുന്ന മേഖല. കാപ്പി വിളവെടുക്കാൻ വേണ്ടി എത്തിയ സമയത്തായിരുന്നു രാവിലെ ഇവർക്ക് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു മരണത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങൾ സംഭവിച്ചത്. ഏതായാലും വനംവകുപ്പ് ഊർജിതമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ സാന്നിധ്യമുണ്ട് ഇവിടെ. ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളെ ആക്രമിച്ചു കൊന്ന കടുവയെ എത്രയും വേഗം പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഈ കടുവയെ, നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനായി വനം വകുപ്പ് മന്ത്രി ഉത്തരവിറക്കിയത്. അതോടൊപ്പം ചില കാര്യങ്ങൾ ഈ പ്രതിഷേധക്കാർക്ക് വാഗ്ദാനമായി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തു. അതിലൊന്നാണ് കൂട് സ്ഥാപിക്കുക എന്നത്. അതോടൊപ്പം ഈ മേഖലയിൽ ഫെൻസിംഗ് പോലുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ പ്രാവർത്തികമാക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ ആറാട്ട് ടീം അംഗങ്ങൾ ഈ മേഖലയിൽ പട്രോളിംഗ് നടത്തും. തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുൾപ്പെടെ അവരുടെ ജോലി സമയങ്ങളിൽ സംരക്ഷണം നൽകുന്ന രീതിയിൽ വനം വകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടാകും എന്നും നേരത്തെ അറിയിച്ചിരുന്നു. ഇപ്പോൾ കൂട് ഏകദേശം 100 മീറ്റർ അകലെയായുള്ള സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഏറ്റവും ദുർഘടമായ പാത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏകദേശം 50 മീറ്റർ കുത്തനെ താഴോട്ടുള്ള ഒരു ഇറക്കമാണ്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എളുപ്പത്തിൽ കൊണ്ടുപോകാം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം എന്നാണ് കരുതുന്നത്. കൂട് ഇവിടെ നിന്ന് ഏകദേശം അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. 20-ലധികം ആളുകളാണ് ഈ ഒരു ദൗത്യത്തിൽ ഇപ്പോൾ ഈ കൂട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഭാരമുള്ള കൂടാണ് കടുവയെ പിടികൂടുന്നതിനായി അവിടെ സ്ഥാപിക്കുകയാണ്.